നിങ്ങളൊരു പ്രോസ്പെക്റ്റിനെ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രോസ്പെക്റ്റ് നിങ്ങളോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ എന്തായാലും കോണ്ടാക്ട് ചെയ്യാം, ഞാൻ നിങ്ങളെ വിളിക്കാം എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ എന്ത് തിരിച്ചു പറയും? ഓക്കെ ശരി സാർ, ഏതായാലും ഞാൻ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്തിട്ടേക്കാം, അല്ലെങ്കിൽ ഞാൻ 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് വിളിക്കാം എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ ആ സെയിൽ നടക്കാനുള്ള ചാൻസേ ഇല്ല. അവിടെ നിങ്ങൾ അങ്ങനെയല്ല റിപ്ലൈ ചെയ്യേണ്ടത്. മറിച്ച് എന്തുകൊണ്ടാണ് പ്രോസ്പെക്റ്റ് അങ്ങനെ പറയുന്നത്, ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാമെന്ന് പറയുന്നത് മനസ്സിലാക്കണം. 99% ഓഫ് ടൈമിലും പ്രോസ്പെക്റ്റ് ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം ആളുകൾക്ക് നോ പറയാനുള്ള മടി, നോ പറയാനുള്ള പേടിയൊക്കെ കൊണ്ടാണ്. അതായത് അവർക്ക് ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള എന്തോ ബുദ്ധിമുട്ട് അവിടെ ഉണ്ടാകുന്നുണ്ട്, എന്തോ കാരണങ്ങൾ കൊണ്ട് അവർക്കത് പേയ്മെൻറ്റ് ചെയ്യാനോ അത് പർച്ചേസ് ചെയ്യാനോ സാധിക്കാത്ത തടസ്സങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. അത് നിങ്ങളോട് പറയാനായിട്ട്, അവർക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കില്ല എന്ന് ഡയറക്റ്റ് നിങ്ങളോട് പറയാനുള്ള പേടിയാണ്, നോ പറയാനുള്ള പേടി കൊണ്ടാണ് അവർ നിങ്ങളെ വിളിക്കാമെന്നൊക്കെ പറയുന്നത്. അവരോട് നമുക്ക് ഇങ്ങനെ പറയാം, ഞാൻ നിങ്ങളെ വിളിക്കാം, ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനൊക്കെ പറഞ്ഞു പോകുന്ന ക്ലയൻസുമായിട്ട് പിന്നീട് ഒരു കോൺവെർസേഷൻ പിന്നീട് ഉണ്ടാകാറില്ല, പിന്നീട് അവരുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ സാറിന് എന്താണ് ഇന്ന് ഞങ്ങളുമായിട്ട് ഈ ബിസിനസ് ചെയ്യാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്നതെന്ന് തുറന്നു പറയാം, ധൈര്യമായിട്ട് പറയാം എന്നവരോട് പറയാം. എന്താണ്, പ്രൈസ് ആണോ അല്ലെങ്കിൽ നമ്മുടെ പോളിസീസ് ആണോ, എന്ത് തന്നെ ആയാലും സാറിന് ധൈര്യമായിട്ട് തുറന്നു പറയാം. എന്ത് പ്രശ്നമാണ് ഇവിടെ തടസ്സമായിട്ട് നിൽക്കുന്നത് എന്നവരോട് ചോദിക്കാം. അപ്പോൾ ക്ലയൻറ്റ് പറഞ്ഞു തുടങ്ങും, എനിക്ക് നിങ്ങളുടെ പ്രൈസ് ഇത്തിരി ബുദ്ധിമുട്ടാണ്, ഞാൻ നിങ്ങളുടെ പ്രൈസിങ്ങിൽ കംഫർട്ടബിൾ അല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രീവിയസ് വർക്കൊക്കെ എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തന്നെ ആയാലും അതിനെക്കുറിച്ച് സംസാരിക്കാം, അവരുടെ പ്രോബ്ലത്തെക്കുറിച്ച് സംസാരിക്കാം. പ്രൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡിഫറെൻറ്റ് പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രോബ്ലം എന്ന് കിട്ടും. അവരെ എക്സാക്റ്റ് ആയിട്ട് അവരെ ഈ ഒരു സെയിൽ നടക്കാതിരിക്കാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്ന പ്രോബ്ലം എന്താണെന്ന് നമ്മൾക്ക് കിട്ടും. അല്ലാതെ ശരി സാർ, ഞാൻ എന്തായാലും പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വാട്സപ്പ് ചെയ്തിടാം, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ അങ്ങോട്ടൊന്ന് വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ എക്സാക്റ്റ് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യപ്പെടാതെ പോകും. അതുകൊണ്ട് തന്നെ അവരുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ പിന്നീട് ആ സെയിൽ നടക്കില്ല. അപ്പം 99% ടൈമിലും ക്ലയൻറ്റ് പറയുകയാണ് നിങ്ങൾ വിളിക്കാമെന്ന് പറയുകയാണെങ്കിൽ വിളിക്കാൻ ഒരു ചാൻസും ഇല്ല, അത് നിങ്ങൾക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്നോ അല്ലെങ്കിൽ നമ്മളെ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്യാമെന്നോ പറയുന്നതിന് പകരം എന്താണ് ഞാനുമായിട്ട് ഈ ബിസിനസ് ഇന്ന് ചെയ്യാതിരിക്കാനായിട്ട് ഉള്ള തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണ് എന്നവരോട് ചോദിക്കാം. അപ്പോൾ അവർ എക്സാക്റ്റ് പ്രോബ്ലം പറയും. ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻസ് നിങ്ങൾക്ക് മുന്നോട്ട് വെക്കുകയും ആ സെയിൽ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനും മനോഹരമായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നതാണ്.